Watch India's largest kids library only on Jio Hotstar. Download the app now. വാമോട്ടോ നമുക്ക് പോയി സമോസകൾ കഴിക്കാം. സ്മാർട്ട് സിറ്റി, ഫ്രീ വൈഫൈ, ഫ്രീ ഇന്റർനെറ്റ്. മോട്ടു നീ കണ്ടോ, ഫുർഫുറി നഗറിൽ ഇപ്പോ മൊബൈൽ റെവല്യൂഷൻ വന്നിരിക്കുകയാണ്. ഇനി മുതൽ എല്ലാ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കണക്റ്റഡ് ആയിരിക്കാം. എടോ തനിക്ക് മുഖത്ത് കണ്ടില്ലേ? ആ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പ്രോജക്റ്റ് എല്ലാം സൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്തിനാ എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കണം? റേഞ്ച് കിട്ടത്തില്ല. ഞാൻ പിന്നെ സംസാരിക്കാം. എടോ തനിക്ക് മുഖത്ത് കണ്ണില്ലെന്നാ ചോദിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ ഫോണിൽ ബിസി ആണെന്ന്? നിങ്ങൾക്ക് നോക്കി നടന്നൂടെ? ഇതെന്താ കള്ളം പറയുന്നു? പോലീസ് ചെയ്യുന്നതാണ് തെറ്റെന്ന്. ആരാടാ കള്ളെന്ന് പറഞ്ഞേ? അല്ല, ആരാ കള്ളന്ന് പറഞ്ഞേ? ആരാ കള്ളന്ന് പറഞ്ഞേ? ആരാടാ എന്നെ കള്ളെന്ന് വിളിച്ചേ? ആരാണ് കള്ളന്ന് വിളിച്ചേ? ഇല്ല, ഇവനാണ്. അല്ല, ഈ ജനങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? നോക്കിയവന്. അയ്യോ എന്റെ വിക്ക്. മനസ്സിലായി, ഇവിടെയുള്ള ജനങ്ങളൊക്കെ മൊബൈലിൽ അഡിക്റ്റ് ആയിരിക്കുകയാണ്. ഇത് വളരെ സീരിയസ് ആണ്. ഇതുകൊണ്ട് ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരെയൊക്കെ സഹായിക്കുവാൻ നമ്മൾ വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ പത്തലു. പക്ഷേ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തലു? അതുകൊണ്ട് ആലോചിക്കൂ. ഐഡിയ. മോട്ടോ ഇവരെ രക്ഷിച്ചേ പറ്റൂ. വരൂ വല്യേട്ടാ, പതുക്കെ വല്യേട്ടാ. എടോ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നടന്നു പോടോ ചേട്ടാ. മോട്ടോ സൂക്ഷിച്ച്. എന്താ ഇത്? മോട്ടോ ഞാൻ വരുന്നുണ്ട്. പത്തലു ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, ഇവരെയൊക്കെ സഹായിക്കേണ്ടത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. നമ്മളത് ചെയ്യും. കണ്ടോ, അവനെ ചെന്ന് സഹായിക്കട്ടെ. അവരെ വലിയേട്ട വഴിന്ന് മാറ്. വേണ്ട, വിടാൻ പോകുന്നില്ല. നിക്കാനാ പറഞ്ഞത്. ഓടല്ലേ? വലിയേട്ടാ, ഞങ്ങളുടെ വല്ല സഹായവും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ആ സഹായം വേണമല്ലോ. എന്നെ ഈ റോഡൊന്ന് ക്രോസ് ചെയ്തിട്ട് ആ കാട്ടിലേക്കൊന്ന് എത്തിക്കോ. ഞാൻ വളരെ ബിസിയാ. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ രണ്ടുപേരും വളരെ നല്ലവരാണ്, വളരെ നല്ലവരാ. ചെല്ലു, ആദ്യമായിട്ടാ നമ്മൾ ഒരാളെ സഹായിച്ചപ്പം അയാൾ നമ്മളോട് താങ്ക്സ് പറയുന്നത്. ഇത് കൊള്ളാലോ.
എന്റെ അമ്മോ മോട്ടു പത്ലു, യു ആർ അണ്ടർ അറസ്റ്റ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തിട്ടാണ്? നിങ്ങളൊരു ഡയമണ്ട് സ്മഗ്ലറിനെ സഹായിച്ചു. അവനൊരു ഭയങ്കര കൊള്ളക്കാരനാണ്. അവൻ ഇവിടുന്ന് ഡയമണ്ട്സ് മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഞാൻ അവനെ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് കയറി അവനെ രക്ഷപ്പെടുത്തി അവനിപ്പോ പോയി കളഞ്ഞു. ചിങ്കം സാർ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞങ്ങൾ ആരുടെയും ഡയമണ്ട് മോഷ്ടിച്ചോണ്ട് വന്നിട്ടില്ല. എന്നോട് ചായക്കട ചേട്ടനാ പറഞ്ഞത്. നിങ്ങളത് കണ്ടോ? നിങ്ങൾ അയാളെ കൂട്ടിക്കൊണ്ടുപോണ വീഡിയോ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫുട്ടേജ്. കണ്ടോ? ഞാനിപ്പോ നിങ്ങളെ വാൺ ചെയ്യുന്നു. നിങ്ങൾ മര്യാദയ്ക്ക് അവനെ കൂട്ടിക്കൊണ്ട് വന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലേക്ക് പോകേണ്ടി വരും. അറിയാമല്ലോ, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? അതുകൊണ്ട് നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. ചർച്ചിലെ ഫാദർ ആണെങ്കിൽ ലോഹയിടും, എന്നാൽ മുള്ളെടുക്കാൻ മുള്ളു തന്നെ നമ്മൾ ഉപയോഗിക്കണം. എന്റെ പത്തിലു, നീ ഇതെന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഇനി എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാന്നേ. അല്ലാതെ നമ്മള് എന്ത് ലോഹം ഇട്ടിട്ടും യാതൊരു കാര്യമില്ല. മോട്ടു, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ആ കള്ളനെ പിടിക്കാൻ നമുക്ക് വേറെ ഒരു കള്ളന്റെ സഹായം ആവശ്യം വരും. വരൂ, നമുക്ക് ജോണിന്റെ അടുത്ത് പോവാം. ജോണേട്ടോ, ഞങ്ങളെ ഒന്ന് സഹായിക്കോ പ്ലീസ്? ജോൺ ചേട്ടാ, ഞങ്ങൾക്ക് ഒരു സഹായം വേണം. ഒന്ന് പറഞ്ഞു തരുമോ, ഈ നഗരത്തിലെ ഡയമണ്ട് സ്മഗ്ലർ നിങ്ങൾ ആരാണ്? എന്റെ ഹെൽപ്പ് ചോദിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ ഞാൻ എന്തിനു നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം? ഓക്കെ, ഞങ്ങളെല്ലാവരും നിങ്ങളെ ഭയങ്കരമായിട്ട് മറന്നുപോയതാ, അതുകൊണ്ടാ. ആണോ? എന്നാ ഒന്ന് ദേഷ്യത്തോടെ ചോദിച്ചു നോക്കട്ടെ. ജോൺ, ഞങ്ങളെ സഹായിക്കൂ. ചെയ്യാൻ പറ്റില്ല. അതെ ജോൺ, ഞങ്ങളെ ഒന്ന് സഹായിക്കുന്നേ പ്ലീസ്. ഇനിയും കുറച്ച് സ്നേഹത്തോടെ കൈ കൂപ്പി നല്ല കുട്ടികളായി ചോദിച്ചു ജോൺ നോക്കട്ടെ. ചേട്ടാ, ഞങ്ങളെ ഒന്ന് സഹായിക്കൂ പ്ലീസ്. ഇപ്പൊ എനിക്ക് മൂടില്ല, അതുകൊണ്ട് ഞാൻ എപ്പ മൂടുണ്ടോ അപ്പൊ ഹെൽപ്പ് ചെയ്യാം. ജോൺ, ഏ, ആ. വേണ്ട മോട്ടോ, വേണ്ട, വിട്ടേക്ക് മോട്ടോ, ഞാൻ ചെയ്യാം. വേണ്ട മോട്ടോ, പ്ലീസ് എന്നെ വിട്ടേക്ക്. വേണ്ട മോട്ടോ, 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 എന്നെ വിട്ടേക്ക്. ജോൺ ചേട്ടാ, മൂട് വന്നപ്പോഴത്തേക്കും വല്ലതും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വന്നു, എനിക്ക് മൂഡ് വന്നു. ഇപ്പോൾ ഞാൻ എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരാം. പുറത്തുനിന്ന് വന്ന സ്മഗ്ലർ XYZ ഹോട്ടലിലാണ് താമസിക്കുന്നത്. എനിക്ക് അത് മാത്രമേ അറിയുള്ളൂ. വീണ്ടും ഈ കാര്യത്തിന് വേണ്ടി എന്നോട് ഹെൽപ്പ് ചോദിക്കല്ലേ പ്ലീസ്. ദേ പോകുന്നു. അതെ, പിന്നെ സഹായിക്കാൻ വന്നതാണോ? താങ്ക് യു. ഇപ്രാവശ്യം താൻ ജയിലിലേക്കാണ് പോകുന്നത്. എന്ത്? അവിടെ നിൽക്കേ. അതെ, ഇയാൾ എങ്ങോട്ടാ ഓടുന്നത്? നിനക്കെന്താ കണ്ടുകൂടാ? ബോധമില്ലാണ്ടോ നടക്കുന്നേ? സോറി ചിങ്കം സർ, വേഗം വരൂ, അയാളെ കിട്ടി. ഞാനിതാ വരുന്നു. വൈഫ് ഹിയർ when Chingam is here. അവിടെ നിൽക്കൂ. ചിങ്കം സാർ, ദേ പോകുന്നു നിങ്ങളുടെ ഡയമണ്ട് നെക്ലേസ്. Hey, stop in the name of law. അവിടെ നിക്ക്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിള്. ചാർജ്. നിങ്ങൾ ഇതെന്ത് പണിയാ കാണിച്ചു സാറേ? ചിങ്കം സർ, വേഗം വരൂ, നമുക്ക് അവരെ പിടിക്കണം. ഹലോ ഡോക്ടർ ജട്ക, എനിക്ക് പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് എത്താനുള്ളതാ. നിങ്ങൾ അവിടെ കാർ പറപ്പിച്ചോണ്ട് എന്നെ അവിടെ എത്തിക്കോ പ്ലീസ്. ഓ തീർച്ചയായിട്ടും വന്നിരിക്കേ. പൊളിച്ചെടുത്തല്ലോ. എല്ലാരും ലിഫ്റ്റ് ചോദിക്കാറുണ്ട്. ഇയാള് എയർ ലിഫ്റ്റ് ആണല്ലോ ചോദിക്കുന്നത്. എയർ ലിഫ്റ്റ് ചോദിക്കുന്നത് എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഡോക്ടർ ജട്ക, ഡോക്ടർ ജട്ക, ഒന്ന് കാറ് നിർത്ത്, അവനൊരു സ്മഗ്ലർ ആണ്. ചേട്ടാ, എന്റെ സഹോദര, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഒരു തെറ്റ് പറ്റിപ്പോയി. ഇപ്പൊ കാർ അവന്റെ കൺട്രോളിലാ. സോറി, ഒരു വലിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി. അറിയാതെ ഞാൻ ലിഫ്റ്റ് കൊടുത്തു പോയതാ. മോട്ടു, അയാൾ ഡോക്ടർ ജട്കയുടെ കാറ് അയാളുടെ കൺട്രോളിലേക്ക് എടുത്തിരിക്കുകയാണ്. എന്ത്? അവനെ വെറുതെ വിടൂല ഞാൻ. എന്റെ അമ്മോ, എന്റെ മോട്ടോർ സൈക്കിളിന് പറക്കാൻ കഴിയോ? ഞാനത് അറിഞ്ഞില്ല. ചിങ്കം സാർ, ഇതെങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചിങ്കം സാർ,
മോട്ടോർ സൈക്കിളിനോട് റിക്വസ്റ്റ് കൊടുക്കൂ ഇനി അത് പറന്നുകൊണ്ടേയിരിക്കണമെന്ന്. താഴെ വീഴുന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വേദന സഹിക്കാൻ പറ്റില്ല. എന്റെ അമ്മോ മോട്ടോർ ബൈക്ക് ചേട്ടാ, താഴേക്ക് വിഴല്ലേ 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 പ്ലീസ്. ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഐ റിക്വസ്റ്റ് യു, ഐ പ്ലീഡ് യു ചേട്ടാ. ഐ സല്യൂട്ട് യു മോട്ടോർ ബൈക്ക് ചേട്ടാ, സല്യൂട്ട്. മോട്ടോർ ബൈക്ക് ചേട്ടന് വേണ്ടി ഞാൻ 21 തവണ വെടിവെക്കുന്നു. ചാർജ്. ചിങ്കം സാർ, എന്റെ ചങ്ക എന്റെ ബ്രോ ചിങ്കം സാർ, ഇപ്പൊ വെടിവെക്കേണ്ട ആവശ്യം എന്താ വന്നത്? നീ കാരണം എന്റെ കാർ എങ്ങനെയായി നോക്ക്. അതെ. അല്ലടോ, നീ ഇത് എങ്ങോട്ട് പോവാണ്? നീയല്ലേ ഇന്നലെ പറഞ്ഞത് ആ കളി അവസാനിച്ചെന്ന്. നിന്റെ മൊബൈലൊന്നും കെടുത്തേ. ഇപ്പൊ എന്താ നിങ്ങൾ ചെയ്യണേ? നിങ്ങൾ ജയിലിലേക്ക് പോവാണ്. അതിന് വേണ്ട സഹായങ്ങളാണ് ഞാനിപ്പോ ചെയ്തു തരുന്നത്. Watch India's largest kids library only on Geo Hotstar. Download the app now.